ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഫ്രം ആൻക്രിയേഷൻസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചില്ലി ബീഫാണ്. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ബീഫിൻ്റെ തുണ്ടം പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ പുഴുങ്ങാൻ പോവാണ്. അപ്പം പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ അല്പം വെളുത്തുള്ളി, അല്പം ഇഞ്ചി, പച്ചമുളക്, ഒരല്പം സവോള, അതുപോലെ തന്നെ ചെറുനാരങ്ങയും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഈ പുഴുങ്ങുന്ന സമയത്ത് നമ്മുടെ ആ വെജിറ്റബിളിൻ്റെ സോസസും കൂടെ ചേർന്ന് നല്ല ഒരു ഫ്ലേവർ നമ്മുടെ ബീഫിന് കിട്ടും. അപ്പം നമ്മൾ ഇതേപോലെ പുഴുങ്ങിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുമ്പം നല്ല ഷേപ്സിൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാനും കൂടെ പറ്റും. അപ്പം നമ്മൾ പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഫൈബറിൻ്റെ സ്ഥലം നോക്കി നമുക്കതിനൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുട്ട, അതുപോലെ തന്നെ അല്പം ഉപ്പ്, അല്പം പെപ്പർ ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നന്നായിട്ട് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ അല്പം മൈദാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഓപ്ഷനിലാണ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് റിഫൈൻഡ് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ മാത്രം നമ്മൾ ആഡ് ചെയ്യരുത്. എന്തെങ്കിലും റിഫൈൻഡ് ഓയിലിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. വളരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ചില്ലി ബീഫിനുള്ള മറ്റേ വെജിറ്റബിൾസിനെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം എടുത്തിരിക്കുന്നത് സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 കളറിലുള്ള ബെൽ പെപ്പേഴ്സും കൂടെ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരുപാട് വെന്ത് പോവാത്ത രീതിയിൽ നമുക്ക് വെജിറ്റബിൾസിനെ ഒന്ന് ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സോസസ് ആഡ് ചെയ്യാം. സോസസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ആ സോസിനൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ബീഫിനെയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ടോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റബിൾസ് ഓവർ കുക്കായി പോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് പേഴ്സണലി കുക്ക്ഡ് ആയിട്ടുള്ള ഇച്ചിരി ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ ചില്ലി ബീഫിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ അടിപൊളിയാണ്, യമ്മിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഫ്രം ആൻക്രിയേഷൻസ്.